വർഗീയതയുമായി യാതൊരു ബന്ധവും ഇടതുപക്ഷത്തിനില്ല. ഈ വർഗീയതക്കെതിരെ UDF നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവരുടെ കുട്ടിക്കലാശത്തിലും പ്രചാരണത്തിലും ഒക്കെ UDF-നൊപ്പം ഇറങ്ങുന്നു എന്ന് പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങില്ല എന്ന് ഞങ്ങൾ പറയില്ല എന്ന് രമേശ് ചെന്നിത്തലയടക്കം കാസർഗോഡ് എന്ന് പറയുന്നു. എന്നിട്ടും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് UDF-നെ. അല്ല, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണല്ലോ VD സതീശൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണല്ലോ മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പ് നടന്നത്. ആ ക്യാമ്പിൽ വെച്ചാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പരസ്യമായി പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ്. അപ്പോൾ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായും പരവൂരിൽ ജയിക്കണമെങ്കിൽ BJPയുടെ വോട്ട് വേണം എന്നതുകൊണ്ട് 2006 ഗോൾവാക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി BJPയോടുള്ള വിധേയത്വം വ്യക്തമാക്കിയ ഗാന്ധി ശിഷ്യനാണല്ലോ യഥാർത്ഥത്തിൽ VD സതീശൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് എന്ന് ഇതിനകം തെളിഞ്ഞതാണ്. BJP പേടിയും പറഞ്ഞ് UDFകാർ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് സ്വാധീനിക്കാൻ കഴിയുമെന്ന് കരുതണ്ട. BJPയെ തോൽപ്പിക്കുന്നത് പോലെ തോൽപ്പിക്കേണ്ട കൂട്ടരാണ് BJPയോടൊപ്പം നിൽക്കുന്ന ലീഗും കോൺഗ്രസും. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണ് പുത്തികയും പൈവിളികയും. ആ 2 പഞ്ചായത്തിലും 4 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും ചേർന്നാണ് BJPയുമായി കൂട്ടിച്ചേർന്നത്. അതുകൊണ്ട് അവിടെ തോൽപ്പിക്കേണ്ടത് BJPയോടൊപ്പം ലീഗിനെയും കോൺഗ്രസിനെയുമാണ്. അതിൽ യാതൊരു സംശയവും ഇടതുപക്ഷത്തിനില്ല. ഒരു പിന്മാറ്റവും ഇല്ല. മുഖ്യമന്ത്രി സംവാദമെന്ന് പറഞ്ഞത് ഇവിടെ മുഖ്യമന്ത്രിയും അവിടെ പ്രതിപക്ഷ നേതാവ് ഇരുന്നു കൊണ്ടല്ല. മുഖ്യമന്ത്രിയുടെ സംവാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം സതീശൻ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി പിരിച്ച പണത്തിൻ്റെ കണക്ക് പറയൂ ആദ്യം എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതിതുവരെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മറ്റനേക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സംവാദാത്മകമായ രീതിയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യും വിധത്തിലാണ് പ്രതിപക്ഷ നേതാവുള്ളത്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവമാണ്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ എന്താ മടി? സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ നുണ പറയുന്നത് നിർത്തി. അദ്ദേഹം പിന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നുണ പറയൽ തുടരുമെന്നാണോ? അത് വ്യക്തമാക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. എന്തായാലും കേരളീയ സമൂഹത്തിൽ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്, ഈ നുണ പറയുന്നത് തുടക്കം കുറിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അത് പിന്നീട് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയും തുടർന്നു. അത് കേരളീയ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കാണുന്നു ഈ കഴിഞ്ഞ 2 ദിവസം നുണ പറയൽ ഞാൻ നിർത്തി. ഇന്നലെ പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നുണ പറയൽ തുടരുമെന്നല്ലേ. അപ്പം നുണ പറയുന്നതാണ് സംവാദമെന്നാണ് കരുതുന്നതെങ്കിൽ
അത് രാഷ്ട്രീയ വികസന ക്ഷേമകാര്യങ്ങളിലെ സംവാദമല്ല. സംവാദം ആരോഗ്യകരമാവണം, വിവാദപരമാവരുത്, പിന്നെ വ്യക്തിഹത്യയാവരുത്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം സംവാദത്തിന് പറ്റുന്ന ചോദ്യങ്ങളാണ്. അതിന് മറുപടി പറയട്ടെ. ഓക്കെ. ശിവൻകുട്ടിയൊന്നും SDPIയുടെ വോട്ട് പിടിക്കുന്ന ആളല്ലാന്ന്. അതൊന്നും SDPIയുടെ വോട്ട് പിടിക്കുന്ന ആളൊന്നല്ല ശിവൻകുട്ടി.